വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് എസ് യു വി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമായിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് മുമ്പ് വന്നിരിക്കുന്നത്. അത് ഹ്യുണ്ടായി ടൂസോൺ ആണ്. ഹ്യുണ്ടായുടെ ലൈനപ്പിൽ തന്നെ ഏറ്റവും അടിപൊളി ഒരു വാഹനം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് ടൂസോൺ ആണ്. കാരണം എല്ലാം കൊണ്ടും തികഞ്ഞൊരു വാഹനമാണ്. ഒരു പ്രീമിയം എസ് യു വി ആണ്, ഒരു ഓൾറൗണ്ടർ എസ് യു വി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്കുണ്ട്. അങ്ങനെ 10-20 വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അരങ്ങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എസ് യു വി ആണ് ഹ്യുണ്ടായി ടൂസോൺ. ഡിസൈൻ വൈസ് നമ്മൾ നോക്കാൻ നേരത്ത് ഫ്രണ്ട് ഫേസ് തന്നെ നമുക്ക് നോക്കി തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും ഫീച്ചർ വൈസ് നോക്കുവാണെങ്കിലും ഹ്യുണ്ടായി ടൂസോൺ ഒരു ഓൾറൗണ്ടർ എസ് യു വി ആണ്, വീണ്ടും വീണ്ടും പറയേണ്ടി വരും. നമുക്ക് തിരിച്ച് ഫ്രണ്ട് ഡിസൈൻ ഓരോന്നോരോന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു DRL യൂണിറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേണുമായിട്ട് മാച്ചായി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ DRL ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ അതേ പാറ്റേൺ എന്ന് തന്നെ തോന്നത്തുള്ളൂ. പക്ഷേ അതൊരു DRL യൂണിറ്റാണ്, ഈ ഒരു 3-4 ഡോട്ട്. അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട്. തൊട്ട് താഴെയാണ് ഹെഡ് ലാമ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതും ഫുൾ LED സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാണാം, ഒരു സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഒരു പോർഷൻ കാണാം. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് എയർ ഡാമും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടയുടെ വളരെ വലിയൊരു ലോഗോ ഗ്രില്ലിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ നമുക്ക് കാണാം. അതൊരു സ്മോക്ഡ് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ക്രോം ആണെങ്കിൽ കൂടി ഒരു സ്മോക്ഡ് ഫീൽ, അത് തീർച്ചയായിട്ടും ഒരു പ്രീമിയംനെസ് വിളിച്ചോതുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോണറ്റ് ഷീൽഡൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പവർ ബൾജും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ വലിപ്പത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്രെറ്റയുടെ ഒരു ജ്യേഷ്ഠസ്ഥാനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു സൈസ് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. ഇതിൻ്റെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ഹാരിയർ, SUV 700 തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ്. പക്ഷേ ഇവൻ ഒരു 5 സീറ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ. 7 സീറ്റർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. എങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ഊഹിക്കാം, ഇത്രയും വലിയൊരു വാഹനം അത് 5 സീറ്റായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സ്പേസ് എന്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയേ അറിയാം. നമ്മൾ ഓരോന്നോരോ ഘട്ടം ഘട്ടമായി നിങ്ങൾ അതൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത് ഈ ഒരു ക്യാരക്ടർ ലൈൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു പെർമനൻറ്റ് ലുക്ക് വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും സമ്മാനിക്കുന്നുണ്ട്. ആ ഒരു ഷോൾഡർ ലൈൻ ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിച്ച് ആ ഒരു ഡ്രൈവർ ഡോറിൻ്റെ പകുതി വരെ നിൽക്കുന്നതായിട്ട് കാണാം. അവിടെ നിന്ന് വേറൊരു കട്ടിങ്ങും ക്രീസിങ്ങും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ നമ്മൾ വിൻഡോ ലൈനിൻ്റെ മേളിലൊരു ക്രോം പാർട്ട്, അതും ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഈ മിററിൻ്റെ പോർഷൻ വരെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അത് മിററിനോട് ചേർന്ന് ആ ഒരു സിൽവർ ഫിനിഷ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ പക്കയായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ നമുക്ക് ഇവിടെ കാണാം. ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. കൊളീഷൻ വാണിങ്ങിൻ്റെ ഒരു വാണിങ്ങും നമുക്ക് മിററിലായിട്ട് കാണാം. പിന്നെ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു ടയർ പ്രൊഫൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്യുവൽ ടോൺ അലോയിലാണ് വരുന്നത്. 18 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. അതും ഒരു നല്ല പ്രൊഫൈൽ തീർച്ചയായിട്ടും സമ്മാനിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വീൽ ട്രാവലും ഈ ഒരു ടയറിൻ്റെ സൈസൊക്കെ തെളിയിക്കുന്നതിൻ്റെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി തന്നെയാണ്. അത്യാവശ്യം മോഷൻ റോഡ് കണ്ടാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. കാരണം ഇവനൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനം ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചുറ്റും ബോഡി ക്ലാഡിങ്ങും ഒക്കെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴും നമുക്ക് ആ ഒരു SUVയുടെ ആ ഒരു ഗാംഭീര്യം വിട്ടുപോകാത്ത രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിലൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ ഡിസൈനിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ്, ഒരാൾക്ക് സുഖമായിട്ട് വേണേൽ കിടന്നുറങ്ങാം, അത്രത്തോളം സ്പേസ്. 540 ലിറ്ററാണ് ഹ്യുണ്ടായി ടൂസോണിൻ്റെ ബൂട്ട് സ്പേസ്. അത് എത്രത്തോളം ഹൈലൈറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 540 ലിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അതും വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കമ്പനി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ഇന്ത്യക്കാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സെയിലുള്ള ഒരു ഹ്യുണ്ടായുടെ ഒരു മോഡലാണ് ടൂസോൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റി, ആ നിർമ്മാണ നിലവാരം, അല്ലെ ഫീച്ചേഴ്സ്, കംഫർട്ട്, ഈ ഒരു എഞ്ചിൻ്റെ കാപ്പബിലിറ്റി എല്ലാം നോക്കിയിട്ട് അവരൊക്കെ വാഹനം സെലക്ട് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ അത്രയും ഹിറ്റായിട്ടുള്ള മോഡൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഹിറ്റാകുന്നില്ല? അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ടൂസോൺ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട് അത്യാവശ്യം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്കിതേ ടൂസോൺ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. വേറെ പ്രത്യേകിച്ച് വേരിയൻ്റ് വൈസുള്ള ബാഡ്ജിങ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട സംഭവം ഓട്ടോ ബ്രേക്സ്, കീപ് ഡിസ്റ്റൻസ്. പഴയ ലോറിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ കീപ് ഡിസ്റ്റൻസ് എന്നതുപോലെ തന്നെ ഹ്യുണ്ടായുടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് അഡാസ് ഫംഗ്ഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് വാഹനം ബ്രേക്ക് പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ടൂസോൺ കാണുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് തന്നെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലുമായിട്ട് നോക്കാൻ നേരത്തെ ഡിസൈൻ വൈസ് ഞാൻ നോക്കിയിട്ട് ഇത്രയും നാൾ ടൂസോൺ ഇറങ്ങിയാൽ ഏറ്റവും ഭംഗിയുള്ള മോഡൽ ഇതാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിൻ്റെ റിയർ ഡിസൈൻ, ആ ഒരു ടെയിൽ ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഒരു രക്ഷയില്ല. വളരെ ഷാർപ്പായിട്ട് ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവം, ഹ്യുണ്ടായുടെ ഗ്ലാസ്, ടൂസോണിൻ്റെ ഗ്ലാസിനകത്താണ് ഹ്യുണ്ടായുടെ ലോഗോ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടിയ വാഹനത്തിന് എവിടെ പോയി ഇതിൻ്റെ ബാക്ക് വൈപ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ നമ്മൾ ലാൻഡ് റോവറിലൊക്കെ കാണുന്ന പോലെ മേളിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. തൊട്ട് താഴെ നമുക്ക് സ്റ്റിപ്പ് ലൈറ്റ് പോലത്തെ പോർഷൻ കാണാം. അത് ഗൺമെറ്റൽ ഗ്രേ ഫിനിഷാണ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം സ്ട്രിപ്പും ഒക്കെ പോയി ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇതിൻ്റെ റിയർ ഡിസൈനെ പറ്റി പറയാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർപ്പിൻ ആൻറ്റിന,
തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി ടൂസോണിൻ്റെ ഇൻറ്റീരിയർ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഏറ്റവും പുതിയ ടൂസോണിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ഫീച്ചേഴ്സും വിട്ടുപോയിട്ടില്ല. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും ക്വാളിറ്റി ആയാലും ഒരു പ്ലസൻറ്റ് ഫീൽ ആയാലും ഒരു പ്രീമിയം വാഹനത്തിലോട്ട് എങ്ങനെ കയറുന്നു ആ ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൈസിങ് വരുമ്പോൾ തന്നെ ഹ്യുണ്ടായി ആ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ വാഹനം. അല്ലെങ്കിൽ അത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയറാണ്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായിട്ടുണ്ട്. ബോസിൻ്റെ ഒരു കിടിലം സ്പീക്കർ, അതും സബ് വൂഫർ ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ട്യൂട്ടേഴ്സും സ്പീക്കേഴ്സും എല്ലാം കൂടി ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാം. ഒരു 10.5 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് AC കാണാം. തൊട്ട് താഴെ നമുക്ക് വയർലെസ് ചാർജിങ്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, USB പോർട്സും കാര്യങ്ങളും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, ആ ഒരു ഗിയർ നോബ്, ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് പ്ലേസ് ചെയ്തിരിക്കുന്നതിലും കിടിലമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹിൽ ഡിസൈൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, നമ്മുടെ വ്യൂ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് 360 വ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ വെന്റിലേറ്റർ സീറ്റാണ്. അത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും നൽകിയിട്ടുണ്ട്. ഹീറ്റിംഗ് ഫംഗ്ഷനും കൂടി അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് കണ്ടീഷൻ അത് ആവശ്യമില്ല. പക്ഷേ ഇതൊരു ഗ്ലോബൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഫംഗ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. സ്റ്റിയറിംഗ് വീല് ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ആണ്. പക്ഷേ അത് ഇലക്ട്രോണിക് എല്ലാം മാനുവലി തന്നെ ചെയ്യണം. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ കാണാം. അത് ആ മോഡ് മാറ്റുന്നതനുസരിച്ച്, ഡ്രൈവ് മോഡ് മാറ്റുന്നതനുസരിച്ച് ആ ഒരു ആനിമേഷൻ മാറുന്നത് കിടിലമായിട്ടുണ്ട്. ഇത് നമ്മൾ ക്രെറ്റയിലും ഹ്യുണ്ടായി വാഹനങ്ങളിലൊക്കെ കാണാറുള്ളതാണെങ്കിലും അത് കിടിലമായിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈവർ സീറ്റിന് ഒരു പ്രത്യേകത ഉള്ളത് മെമ്മറി ഫംഗ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഇപ്പോൾ 1 സെറ്റ് ചെയ്യുമ്പോൾ സീറ്റ് ഹൈറ്റ് കൂടി പോകുന്നു. ഇപ്പോൾ 2 സെറ്റ് ചെയ്ത് 2 ആരും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ പൊസിഷനിലോട്ട് തന്നെ പോവാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് മെമ്മറി സെറ്റ് ചെയ്തിടാം. അതും കിടിലമായിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെയൊക്കെ ഒരു പൊസിഷൻ ആണെങ്കിലും എല്ലാം നല്ല ഗ്രേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനി. അത് കൊള്ളാം. ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൺവൈസറും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അതും കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പനോരമിക് സൺറൂഫ്, അത് പിന്നെ ഇപ്പോൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാ വാഹനത്തിലും കാണും. അതും കൊടുത്തിട്ടുണ്ട്. അതും 1 ടച്ചിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് മാപ്പ് ലാംപ്സും കാര്യങ്ങളെല്ലാം കാണാം. അതുമൊക്കെ പ്രീമിയം ആയിട്ട് തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണെന്ന് ഇതിൻ്റെ റിയർ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. കാരണം ഹാരിയറിനോട് കോമ്പറ്റ് ചെയ്യുന്ന, ഹെക്ടറിനോട് കോമ്പറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഇവൻ്റെ ആ ഒരു പുറമേ കാണുമ്പോൾ നമുക്ക് അത്രയും വലിപ്പം ഫീൽ ചെയ്യത്തില്ലെങ്കിലും ഇന്റീരിയർ കയറിയിരിക്കുമ്പോൾ നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി ടൂസോൺ. നിങ്ങളൊന്ന് നോക്കിയേ, ഈ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല, ഇത് സ്ലാൻഡ് ആനുള്ള ഫംഗ്ഷനും ഉണ്ട്. എത്രത്തോളം നമുക്ക് സ്ലാൻഡ് ചെയ്തേ തൈ സപ്പോർട്ടും അത്രയും സ്പേഷ്യസ്, മുമ്പോട്ട് നോക്കുമ്പോഴാണെങ്കിലും പുറത്തോട്ട് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. സൺറൂഫും കൂടി ഓപ്പൺ ചെയ്തിട്ടാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ഇവിടം വരെ കിട്ടും. അപ്പോൾ മൂൺ റൂഫായിട്ടാണ് നമുക്ക് സൺറൂഫായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സീറ്റ് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇവിടെ നമുക്ക് AC വെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 USB ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ സുഖമാണ്. ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കിടിലൻ ഫീച്ചറാണ് നമ്മൾ പല പ്രീമിയം വാഹനത്തിലും കാണുന്നതാണ്. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് സീറ്റ് മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാം ഇലക്ട്രോണിക്കലി. അപ്പോൾ ഇവിടെയാണ് സാധാരണ മുതലാളിമാരിരിക്കുന്ന ഒരു സീറ്റ്. അപ്പോൾ ഇത് മാക്സിമം ഫ്രണ്ട് ആരും ഇരിക്കുന്നില്ലെങ്കിൽ മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടോ, ഇത്രയും ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ഇതങ്ങ് സ്ലാൻഡി കഴിഞ്ഞാൽ കണ്ടാ നമുക്ക് ഈ ഒരു രീതി കിടന്ന് വേണമെങ്കിലും ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം. അപ്പോൾ അത്രത്തോളം പ്രീമിയം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പിന്നെ 3 പേർക്ക് വളരെ വിശാലമായിട്ടിരിക്കാം. കാരണം സെൻട്രൽ ടണലൊക്കെ തീരെ താന്നാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ആംറസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ റിവ്യൂ ചെയ്യാനാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇല്ല എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇല്ല. അത്രയും കിടിലമായിട്ട് തന്നെ കമ്പനി എല്ലാം ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. പക്ഷേ ഡീസൽ വെർഷൻ ആയിരുന്നു ഓടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം പെട്രോളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം പെട്രോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഡീസലും നമ്മൾ പുറകെ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂമും കൂടി കണ്ടിട്ട് ഡ്രൈവിലോട്ട് കിടക്കാം. ഫുഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹൈഡ്രോളിക് ജാക്കൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം വലിയ എഞ്ചിൻ ബേ ആണെങ്കിലും ഇരിക്കുന്ന എഞ്ചിൻ കുറച്ച് ചെറുതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ 2 ലിറ്റർ എഞ്ചിനാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഏകദേശം 154 PS പവറും 198 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ കൊടുത്തിരിക്കുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കാം. ഹ്യുണ്ടായി ടൂസോണിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതേ 2 ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിക്കാൻ വിട്ടുപോയിരുന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിൽ നമ്മുടെ
റൈറ്റ് സൈഡിലെ മിററിലുള്ള ക്യാമറ തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ മിററിലോട്ട് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മീറ്റർ കൺസോളിലോട്ട് കണ്ടു പോകുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റിൽ കൂടി വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് കാണാം. അത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റിലും ക്യാമറ ഉണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. അതൊക്കെ കിഡിലെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിലും നമ്മൾ ഈ ഒരു ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്കത് വളരെ യൂസ്ഫുൾ ആയ ഫീച്ചറാണ്. വാഹനം സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ഡ്രൈവിനെ പറ്റി പറയാൻ ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് രാവിലെ തൊട്ട് നമ്മുടെ കയ്യിലുണ്ട് വാഹനം. ഞാൻ അത്ര നേരം ഡ്രൈവ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കിടിലെ സസ്പെൻഷനാണ്. കറക്റ്റായിട്ട് മെയിനായിട്ട് എനിക്ക് ഡിഫറൻസ് തോന്നിയത് കറക്റ്റായിട്ട് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നതെങ്കിൽ ഇതൊരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹെവിനെസ്, ആ എഞ്ചിൻ്റെ ഒരു വെയിറ്റും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ബിൽഡും ആ ബോഡി വെയിറ്റും ഒക്കെ കൂടി നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വലിയ വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ എഫേർട്ട്ലെസ് ആണ്, ഓട്ടോമാറ്റിക് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് നല്ല കിഡ്ലൻ ട്രാൻസ്മിഷനാണ്, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഡീസൽ ഓപ്ഷനിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും കിഡ്ലോ അതായിരിക്കും. കാരണം അതൊരു ഉഗ്രൻ ഓപ്ഷനാണ്. ഒരു 8 സ്പീഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്, 2.2 ലിറ്റർ. നല്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏകദേശം 400 എണ്ണത്തിന് അധികമാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കിഡ്ലൻ എഞ്ചിനായിരിക്കും. ഇത് 190 എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടോർക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തെങ്കിലും 154 PS പവർ എന്നുള്ളത് ഒട്ടും മോശപ്പെട്ട ഒരു പവർ ഫിഗർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കയറി പോകണമെങ്കിലും സുഖമായിട്ട് തന്നെ പോകാം. പിന്നെ ഈ ഒരു അഡാസ് ഉള്ളൊരു മോഡലാണ് ഇത്. റഡാർ ഫംഗ്ഷനും കൊളൂഷൻ വാണിങ്ങും ഓട്ടോ ബ്രേക്കിങ്ങും എല്ലാ സിസ്റ്റവും ഉണ്ട്. നമ്മുടെ ബാക്ക് ഗ്ലാസ്സിലായിട്ട് ചെറിയൊരു വാണിങ്ങും കൊടുത്തിട്ടുണ്ട്, കീപ് ഡിസ്റ്റൻസ്. നമ്മൾ ഈ കൊമേഴ്ഷ്യൽ വാഹനത്തിലൊക്കെ കാണുന്ന പോലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും കീപ് ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ, അഡാസുള്ള വാഹനങ്ങളാണ് നിങ്ങളുടെ മുമ്പേ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക. കാരണം ഇത് ഫുള്ള് സെൻസറിൻ്റെ കളിയാണ്. എപ്പോഴാണ് വാഹനം ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾക്കൊന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വാഹനം ഒന്ന് ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് പാനിക്കായി. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് യൂസ്ഡായി വരേണ്ട ഇതായിരിക്കും. എന്താണ് അങ്ങനെ നമുക്കൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പേടിച്ച് പറയണമല്ലേ, പറയുമ്പോൾ എല്ലാം പറയണമല്ലേ. അപ്പോൾ അതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് നമുക്ക് തോന്നി, അങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത്. ഇപ്പോൾ നമുക്ക് സർവീസ് റോഡിൽ കൂടി കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മാനുവറബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. നമുക്ക് സീറ്റൊക്കെ പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ പൊസിഷനിൽ കൊണ്ടുവരാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനും ആ ഒരു SUV ഓടിക്കുന്ന ഒരു ഗാംഭീര്യവും ആ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനും നല്ല വിസിബിലിറ്റിയാണ്. തീരെ താഴ്ന്നതാണ് വിൻഡോ ലൈനൊക്കെ പോകുന്നത്. മെമ്മറി ഫംഗ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടോ അതിലും പേരൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷനൊക്കെ സീറ്റ് സെറ്റ് ചെയ്തിടാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല കിടിലൻ എഞ്ചിനുണ്ട്. സ്റ്റിയറിംഗും പൊതുവേ ഹ്യുണ്ടായി വാഹനങ്ങൾ കാണാറുള്ള പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെ 2-3 ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടത് ഇപ്പോൾ കൊളീഷൻ വാണിംഗ് തെളിഞ്ഞായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു, അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാഹനമാണ് ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഈ ടൂസോൺ. ബാക്കി ഹ്യുണ്ടായുടെ ഏതൊരു SUV, ഒരു സ്മോൾ സൈസ് SUV തൊട്ട് കോമ്പാക്റ്റ് ആയാലും മിഡ് ആയാലും എല്ലാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ ഹിറ്റാണ്. ഈ ഒരു പ്രീമിയം SUV മാത്രം എന്തുകൊണ്ട് ഹിറ്റാകുന്നില്ല നമുക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്ന് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ വണ്ടി കിടിലമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹ്യുണ്ടായി ടൂസോണിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.